അല്ല അവിടെ ചെന്ന് കണ്ടില്ലേ ബൈക്ക് എന്ത് ബൈക്ക് അതല്ല പക്ഷെ വേറെ കാര്യം നോക്കണ്ട നമ്മള് ഞാനതിനെ അറിയും പോലും ഇല്ല അതിന് ഞങ്ങളന്ന് മറ്റേ ഞാനും തിരിച്ചും കൂടിയിട്ട് അന്ന് ചാലിശ്ശേരി വെച്ചിട്ട് മറ്റേതാവോളില്ല ഇവിടെ കൂടെ വന്നു വീട്ടിൽ പോയാ എന്തെങ്ങനെയാ വെച്ചാൽ എന്താ പറയാ എങ്ങനെ പോകുമ്പോ ഭയങ്കര ചൂട് ഫോട്ടോ എടുക്കൊണ്ട് വന്നിട്ട് ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ചൂടാന്ന് എപ്പോഴും ഫോട്ടോക്കാരിന്റെ അടുത്തല്ലേ ഇല്ലല്ലോ തടച്ചിലൊന്നും കാണുന്നില്ല മോട്ടേന്നല്ലേ ഇപ്പോട്ട് കുളിക്കണ കുളിക്കട്ടല്ലേ തോട്ട് പോയിട്ടൊന്ന് കുളിക്കാം നേരെ എന്നപ്പോ കേൾക്കും എന്നാ തോട്ട് പോയിട്ട് കുളിക്കാന്ന് വയ്യൊന്നും ചെയ്യടാ ഞാൻ വരാൻ പറഞ്ഞ എനിക്ക് 3 മണിയാകുമ്പോ പോണ കാരണം അതിന് എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോ എന്ത് ചെയ്യണ്ടു സാറിന് ആർക്ക് അല്ലെങ്കിൽ ഫോൺ കൊടുക്കാൻ പറയടാ എടുത്തുകൊണ്ട് കൊടുക്കാം എന്ത് പൊട്ടണേ വേറെ ആരുടെയും ഹലോ വേറെ ആരുടെയും ഫോൺ കൊടുത്തേ അവന് പേടിയല്ലേ അവളവനെ പേടിയ അവന് അല്ലേ പാവട ഹലോ എന്തെങ്കിലും വരുന്നില്ലേ 5 മിനിറ്റുള്ള നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ടില്ല എന്നെ പറഞ്ഞിട്ട് ഞാനിവിടെ എന്റെ മണ്ഡപത്തിന്റെ മുന്നില് അനത്തൂട്ടെ വേങ്ങോ അതിനതിന് 10 പൈസ കൂടുതൽ പോകാനില്ലേ ആള് പൈസ കയറ്റിയല്ലേ കേട്ടു ഇപ്പൊ കൊറേ അതിനെന്താ ഞങ്ങള് വിളിച്ചെങ്കിലല്ലേ വിളിയൊന്നുമില്ല ഇപ്പൊ പോ വിളിച്ച ആരെയും വിളിക്ക ചെക്കൻ വിളിച്ചല്ലേ അല്ല നിങ്ങൾ കണ്ടാലും വിളിക്കുന്നില്ലേ അത് വിളിക്കാനായിട്ട് കൂടുതൽ വിളിക്കും ഞങ്ങള് അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഡെയിലി വിളിക്കുമ്പോ 11 മണിയാകുമ്പോ അത് കിടന്നുറങ്ങും കല്യാണം കഴിഞ്ഞാല് അതുപോലെ ചെയ്യുള്ളൂ അല്ലേ അങ്ങനെ കിടന്നാലും അപ്പന് സനീഷിനെ വിളിച്ചോ ഞങ്ങൾ എവിടെയാണെങ്കിലും പറഞ്ഞെത്തും അതൊക്കെ മൊട്ടയാണെങ്കിൽ ഉണ്ടല്ലോ മൊട്ടയനാണെങ്കിൽ മൊട്ടയനാണെങ്കിലോ ആ ചക്ക മൊട്ടയനാണെങ്കിൽ ബെന സ്പോട്ടിൽ വിളിച്ചാൽ നമുക്ക് അല്ലേ ഭയ്യ മൊട്ടയനാണെങ്കിലോ അപ്പൊ അതിനെ ചവിട്ടി കൂട്ടി ഞാൻ ഇട്ടിട്ടു പിന്നെ എന്റെ പെണ്ണിന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ഡീൽ ചെയ്തു പോയാലോ ശരണേ അത് എത്ര ശരണേ വീട്ടിൽ പോയാലോ ബന്റെ വീട്ടിക്ക് അണക്ക് വരാൻ ഇതുണ്ടോ പക്ഷെ ഇവൾക്ക് ഇവൾക്ക് 2 വാക്ക് ഇവൾക്ക് പറയാനുള്ളൂ അതിന് മറുപടി നീയും പറയും ആയിക്കോട്ടെ ഇവൾക്ക് 2 പെങ്ങന്മാരാണ് ഞാൻ സുജോറും പറഞ്ഞുള്ള കാര്യം തന്നെ വേറെ കാര്യം നമ്മള് വീട്ടില് കുടുംബക്കാരുമായിട്ടുള്ള നമ്മളിപ്പോ ഇക്ക് എന്റെ കാര്യം ഫുള്ളായിട്ട് സമ്മതിക്കോ എന്റെ വീട്ടിൽ എങ്ങനെ എനിക്ക് അറിയാലോ എന്ത് പറഞ്ഞാലോ ഓക്കെ അറിയാലോ പിന്നെന്താ അപ്പൊ എന്റെ വീട്ടിൽ ഓക്കെ എന്റെ വീട്ടില് പറഞ്ഞ നടക്കുവോ അത് മറ്റേ ക്യാൻസൽ ചെയ്യാൻ പറയും പോവാൻ പറയാ അവരോട് പക്ഷെ മുന്നിൽ വെച്ചിട്ട് വളട്ട പെൺകുട്ടീനെ തിരിച്ചു കൊടുക്കടേ പ്രശ്നം ഉണ്ടാക്കണം നമുക്ക് ചെയ്തായിട്ട് പറഞ്ഞാ ഞാൻ ചെയ്തു ഇതൊക്കെ ഇതുവരെയൊക്കെ ചാനലിൽ ചെയ്തെന്ന് ഐഡിയ നീ പറയും ബാക്കിയുള്ള ഞാൻ ചെയ്യും 3 മാസല്ലേ 3 മാസം അതെ ഓട്ടയ്ക്ക് പിന്നെ ലാസ്റ്റ് വിളി ഉണ്ടാവാണ്ടിരിക്കും ചക്കൊരു മോട്ടയല്ലേ അവനെ ടീമൊക്കെ കൂടിയിട്ട് ഫുള്ളായിട്ട് വളഞ്ഞോടെ വെച്ചിട്ട് പക്ഷെ ഒരൊറ്റ വണ്ടി വന്നുള്ള പറഞ്ഞ കഥല്ലടാ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ എങ്ങനെ വിഷയം ഒരു പെൺകുട്ടീനോട് സംസാരിക്കാൻ ഒഴിവാക്കില്ല എന്നിട്ടാ അവിടുന്ന് പോയിട്ട് ആളുടെ വണ്ടറ മോളില് അല്ല അതല്ല ബാക്കിലല്ല ആ ചെക്കനായിട്ട് തീർന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടാന്ന് പറയും വീട്ടുകാര് ഇത് എന്ത് ചൂടല്ലേ ആര് സനീഷിന്റെ ചൂട്
ടൈമില് നല്ല സ്വഭാവല്ലേ വണ്ടി കിട്ടാ അവന്റെ പാവം ചെക്കണ ഞങ്ങൾ 3 ആളാണ് ഈ കമ്പനിയിലെ. അതിന് വേണ്ടി ഞങ്ങള് പരസ്പരം എന്തും ചെയ്യാൻ ഞങ്ങള് എന്ത് കാര്യത്തിന്. എന്താന്നല്ലോ ഇനി ഇത് കൂടാണ്ട ഇവിടെ കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അല്ലേ. പക്ഷെ എന്റെ ഒരു വയസ്സാവാത്ത കാരണം കൊറേ ഞങ്ങള് മാസ്ക് ഇട്ട് നോക്കി വീട്ടില്. പക്ഷെ ഞാൻ കടിച്ചോണ്ട അവിടെ വെറുതെ കടിക്കാൻ നിൽക്കണ്ട. അത് സമ്മതിച്ചു കൊടുക്ക്. അത് സനീഷിന്റെ ഒരു ആഗ്രഹം. ഇനി എന്ന് ഇതുപോലെ പറ്റില്ല അതാ പറഞ്ഞു. ഞങ്ങളിവിടെ തിരിഞ്ഞു. അയ്യോ അതൊന്നും കുഴപ്പമില്ല അല്ലേ. ഒരു ഒറ്റ വെള്ളന്റെ ചവിട്ടിക്കാൻ പോയിടാ. എന്താണ് സെറ്റ് പറഞ്ഞിട്ടുണ്ടേ എന്തിനാ തേറിയമല്ലേ ആ